ഹായ് ഫ്രണ്ട്സ്, മലബാർ ടെക് ആൻഡ് ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കാറിൻ്റെ ഷോക്ക് എങ്ങനെ കംപ്ലൈൻറ്റ് മനസ്സിലാക്കാം, കൂടാതെ ഷോക്ക് എങ്ങനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇതുപോലെ ജമ്പിങ് ആക്കിയാൽ ഷോക്ക് ഹാർഡുണ്ടോ എന്നും ഷോക്ക് വീക്കാണോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഷോക്ക് ഹാർഡാണ്, അത് ആക്ഷൻ ആവുന്നില്ല. ഈ റൈറ്റ് സൈഡത്തെ ഷോക്ക് ആക്ഷൻ ആവുന്നില്ല, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഷോക്ക് വീക്കാണെങ്കിൽ നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ജമ്പിങ് ആവും. ജമ്പിങ് ആകുന്നതിന് ഒരു ആവറേജ് ഉണ്ട്, അതിൽ കൂടുതൽ ജമ്പിങ് ആവും. അത് ഷോക്ക് വീക്കായിരിക്കും. ഷോക്ക് വീക്ക് ഉണ്ടെങ്കിൽ ഷോക്കിൽ നിന്ന് ഓയിൽ ഒലിച്ചിറങ്ങിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അധികം ആൾട്ട്800-നുള്ളൊരു കംപ്ലൈൻ്റാണ് ഈ ഷോക്ക് ഹാർഡാവൽ. ഷോക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ വീലഴിക്കുക, ഇതാക്കി വെക്കുക, സ്റ്റാൻഡൊക്കെ വെച്ച് ഷോക്ക് അയച്ചെടുക്കുക. മറ്റൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോക്കിൻ്റെ ഒരു കുടുകുടൂരു ശബ്ദം ഉണ്ടാവും. അത് ഷോക്കിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. ഷോക്ക് അയച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീലിൻ്റെ ഭാഗത്ത് 17 ബോൾട്ടും നെട്ടും കാണാം. കൂടാതെ തന്നെ ഈ ബ്രേക്ക് ഓയിലിൻ്റെ പൈപ്പ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഈ ഷോക്കിൻ്റെ ഒരു ക്ലിപ്പിലാണ്. ആ ക്ലിപ്പ് അയച്ച് മാറ്റുക. 17 ബോൾട്ടിലാണ് കാസ്റ്റർ ക്യാമ്പറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ക്ലിപ്പ് നോക്കിയാൽ പറയാം, ഈ എന്നൊരു ഷേപ്പാണ് ഇതിനുള്ളത്, അതുകൊണ്ട് ഈ ക്ലിപ്പ് എന്നൊക്കെ പറയും ചിലർ. ബോൾട്ട് കുറച്ച് നല്ല ടൈറ്റ് കാണും, കാരണം മണ്ണും ചെളിയൊക്കെ പിടിക്കുന്നതല്ലേ. കൂടാതെ തന്നെ ആക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലാണ് ലോഡ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ബോൾട്ട് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവും. ഈ കാസ്റ്ററും ക്യാമ്പറും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ 17 ബോൾട്ട് ഒന്ന് ലേത്തിൽ കൊണ്ടുപോയി ഇത് കട്ടി ഉറക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. അധികം ആക്സിഡൻറ്റ് വാഹനങ്ങൾക്കൊക്കെ അധികം ചെയ്യാറുള്ളത്. അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അധികം ചെയ്യാം. ബോൾട്ട് അയച്ചെടുക്കുക. ശേഷം മുകളിൽ 12-ന് 2 നെട്ടാണ് അയക്കാനുള്ളത്. ഈ കാണുന്ന 2 12-ന് നെട്ടാണ് അയക്കേണ്ടത്. ഷോക്ക് സ്റ്റക്കായാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോക്ക് എന്തായാലും മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ഈ നെട്ട് അഴിക്കുന്ന ഭാഗത്ത് ക്രാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമുക്ക് ആക്ഷൻ കിട്ടാതിരിക്കുമ്പോൾ ഒരു അടി ആ ആപ്രോണിന് വരും. അപ്പോൾ അവിടെ ക്രാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെട്ട് അയച്ചെടുത്തിട്ട് ഷോക്ക് പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഷോക്ക് ഫുൾ സെറ്റാണ്. ലീക്കും കാര്യമൊന്നുമില്ല. കംപ്ലൈൻറ്റ് നോക്കിയാൽ നമുക്ക് കാണാനില്ല. ഇതിൻ്റെ ബുഷ് ഒരുപാട് ഷോക്ക് ഹാർഡായതുകൊണ്ട് ബുഷിന് നല്ല അടി വന്നിട്ടുണ്ട്. ബുഷ് അയച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഷോക്കിൻ്റെ സ്പ്രിങ് കംപ്രസ് ചെയ്യുന്ന ടൂള്. ഇത് വെച്ചാണ് സ്പ്രിങ് കംപ്രസ് ചെയ്യുക. എന്നിട്ടാണ് ഷോക്ക് പുറത്തേക്ക് എടുക്കുക. ബെഞ്ച് വൈസിൽ വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഷോക്കിന് മുകളിൽ ഒരു 17 നെട്ട് കാണും. നെട്ട് ജസ്റ്റ് ലൂസ് ചെയ്ത് കൊടുക്കുക. പൈപ്പ് റെഞ്ച് വെച്ചാണ് നമ്മൾ അയക്കുന്നത്. ഇതിന് പറ്റിയ സ്പാനറില്ല. അല്ലെങ്കിൽ ഈ പൈപ്പ് റെഞ്ച് വെക്കുന്ന ഭാഗം ബെഞ്ച് വൈസിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് അയക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇതിൽ കുറച്ച് ഗ്രീസൊക്കെ ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തുരുമ്പും കാര്യമൊന്നുമില്ല. പിന്നെ പുതിയ വണ്ടിയുമാണ്,
അതുകൊണ്ട് അയച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇനി നമ്മൾക്ക് ആ കംപ്രസർ വെച്ച് ഈ സ്പ്രിങ് ഒന്ന് കംപ്രസ് ചെയ്തെടുക്കുക. എന്നാൽ ആ ഷോക്ക് ഫ്രീ ആവും. നല്ലപോലെ ടൈറ്റ് ചെയ്ത് ആ മുകളിലത്തെ ഭാഗം ഫ്രീ ആയെന്ന് ഉറപ്പ് വരുത്തുക. ഫ്രീ ആയതിനു ശേഷം നമുക്ക് മുകളിലത്തെ നേരത്തെ ലൂസാക്കി വെച്ച 17 നെറ്റ് അയച്ചെടുക്കുക. ഇതേപോലെ തിരിച്ചാൽ നമുക്ക് മനസ്സിലാവും ലൂസായോ എന്ന്. ഇതാണ് ചേട്ടൻ. പുതിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ബുഷ്കിറ്റൊന്നും വാങ്ങിയില്ല. ഷോക്കും ഒരു സ്റ്റഡ് മൗണ്ട് ബുഷ് മാത്രമേ വാങ്ങിയുള്ളൂ. ഇതിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെ പാർട്സിൻ്റെ പാർട്ട് നമ്പർ, നെയിം എല്ലാം ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വീഡിയോൻ്റെ. ഇപ്പോൾ MGPയിൽ ആരെങ്കിലും സാധനം വാങ്ങാൻ ഉപകരിക്കുന്ന വിധത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓയിലാണ് ഉണ്ടാവുക ഷോക്കിനകത്ത്. ആ ഓയിൽ താഴോട്ടും മുകളോട്ടും പാസേജ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെയൊന്നും വരുമ്പോഴാണ് ഷോക്ക് സ്റ്റക്ക് ആകുന്നത്. MGPൻ്റെ ഷോക്കാണ് വാങ്ങിയത്. ഷോക്കിന് റേറ്റ് 1220 രൂപയാണ്. ഈ ഷോക്ക് മാത്രമേ ഇതിൽ വരുള്ളൂ. ബുഷ് കിറ്റ് ബാക്കിയൊക്കെ വേറെ വാങ്ങണം. അല്ലാണ്ട് ഗബ്രിയിലൊക്കെ വാങ്ങുമ്പോൾ 1700 രൂപയിൽ ബുഷ് കിറ്റും എല്ലാം വരും. സായി നിന്നാണ് വാങ്ങിയത്. സായി ഓട്ടോ പാർട്സില്ലേ, അവിടെ നിന്നാണ് വാങ്ങിയത്. ഈ ഷോക്ക് മൗണ്ട് ബുഷിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ രണ്ടിൻ്റെയും തടി നിങ്ങൾ നോക്കിക്കോ. ഈ ഷോക്ക് ഹാർഡായത് കാരണം ഇത്രയും തടി കുറഞ്ഞ്. ഇത് പുതിയ ബുഷ്, ഈ പഴയ ബുഷിൻ്റെ തടി കണ്ടോ ഒരുപാട് കുറഞ്ഞു പോയി. ഈ ഷോക്ക് ഹാർഡായത് കാരണമാണ് ആ ബുഷിനാണ് അടി മൊത്തം വരുന്നത്. ഇതെവിടെയാണ് ഇതിൻ്റെ ബാരിങ് വരുന്നത് കാര്യമായിട്ട്. ഇവിടെ നിന്നാണ് ഇങ്ങനെ തിരിയുന്നത്. നമ്മൾ വീലോടിക്കുമ്പോൾ വീല് തിരിയുന്നില്ലേ, അത് ഈ ഷോക്കിൻ്റെ ഈ പോർഷനിലാണ് തിരിയുന്നത്. ഈ വെള്ള കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ബാരിങ്. ഇതിൻ്റെ ബാക്കി പാർട്സൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വീഡിയോൻ്റെ എന്തൊക്കെയാണെന്ന്. വീസൊക്കെ ഇട്ട് ആ ബാരിങ് അതിന് മുകളിലത്തെ പ്ലേറ്റ്, ശേഷം ഒരു കപ്പുണ്ട്, ആ കപ്പ് വെക്കുക, ഓറിങ്, ശേഷം മൗണ്ട് ബുഷ് ഇതൊക്കെ വെച്ച് ഫിറ്റ് ചെയ്യാം. ഷോക്കിൻ്റെ സ്പ്രിങ് ഇരിക്കേണ്ട 2 പോർഷൻ ഉണ്ട്. ആ 2 കട്ടിങ്ങിൽ തന്നെ സ്പ്രിങ്ങിനെ ഇരുത്തണം, ഇല്ലെങ്കിൽ ശബ്ദം ഉണ്ടാകും തിരിക്കുമ്പോൾ കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഷോക്ക് ഫിറ്റ് ചെയ്യുക. കഴിച്ച പോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുക ഷോക്ക്.
ഈ മുകളിൽ ഗ്യാപ്പ് മനസ്സിലാകും. ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ ബുഷിൻ്റെ തടി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബുഷ് കുറച്ച് തടി കുറഞ്ഞ്, അതായത് അമർന്നു പോയി. ആ ബുഷ് ചേഞ്ച് ആക്കാനായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഷോക്കിൻ്റെ പാർട്സിൻ്റെത്. ഈ കാറ്റലോഗ് നോക്കിയിട്ട് പാർട്ട് നമ്പർ, പാർട്സിൻ്റെ നെയിം ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വുഡ്മോ എന്നുള്ള ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ പോയാൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്.